ഈ ആൺകുട്ടികൾക്ക് സാധാരണ ഡ്രസ്സുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല, വെറൈറ്റി ഡ്രസ്സുകളാ. സാരി, ചുരിദാറ്, പലാസോ, പിക്കാസോ, അങ്ങനെ 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 അങ്ങനെ. പക്ഷേ എൻ്റെ അമ്മാവന് ഈ ഡ്രസ്സുകളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം അമ്മാവൻ്റെ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞ്, അച്ഛാ എനിക്കൊരു ഷെർവാണി വേണമെന്ന്. പുള്ളിക്കാരൻ കടയിൽ ചെന്ന് ഒരു പാക്കറ്റ് സാമ്പ്രാണി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഭാഗ്യം അവള് പാട്ടിയാലാന്നൊന്നും പറയാത്തത്, അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ അടുത്ത് നിന്ന് മോൾക്ക് പറ്റിയ ഒരാൾ വേണമെന്നൊക്കെ പറഞ്ഞേനെ പുള്ളിക്കാരൻ. ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ കൂടെ നരകത്തിൽ പോവാൻ പോലും പേടി ഉണ്ടാവില്ല, പക്ഷേ ഡ്രസ്സ് കടയിൽ പോകാൻ ഭയങ്കര പേടിയാ. കാരണം 4, 3, 7 കളറേ ഡ്രസ്സിനെ കുറിച്ച് ഭർത്താക്കന്മാർക്ക് അറിയുള്ളൂവെങ്കിൽ ഭാര്യമാർക്ക് അങ്ങനെയല്ല. പച്ച എന്ന ഒരൊറ്റ കളറിൽ തന്നെ കിളിപ്പച്ച, ഇളംപച്ച, നീലപ്പച്ച, ചുവന്നപച്ച, മഞ്ഞപ്പച്ച, ചാണകപ്പച്ച, ഇങ്ങനെ 7 തരം വെറൈറ്റികൾ അറിയാം. അവൻ ആ കടയിലിരുന്ന് വേരിറങ്ങിയാലും ഇവൾ ഉദ്ദേശിച്ച ചാണകപ്പച്ച കിട്ടാതെ വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല. എന്തിനേറെ പറയുന്ന ആ സെയിൽസ് ഗേൾ ഈ മനുഷ്യന്റെ സങ്കടം കണ്ടിട്ട് ഏതേലും ഒരു ചാണകപ്പച്ച ഒപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പ ഭാര്യ പറയും, അയ്യോ ഇത് ജേഴ്സി പശുവിന്റെ ചാണകത്തിന്റെ പച്ചയല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് വെച്ചൂർ പശുവിന്റെ ചാണകത്തിന്റെയാണ്. എന്ത് പറയാനല്ലേ. നമ്മളെ വിദേശികളെയൊക്കെ നോക്കുകയാണെങ്കിലേ അവര് ഡ്രസ്സ് ചെയ്യുന്നത് അവിടുത്തെ കാലാവസ്ഥയും ഓരോരോ അവസരങ്ങളൊക്കെ നോക്കിയിട്ടാ. നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കണം. വേനൽക്കാലത്ത് ഒരുത്തൻ സ്വട്ടർ ഇടുന്നു, തണുപ്പത്തൊരുത്തൻ നിക്കർ ഇടുന്നു, ആശുപത്രിയിൽ ചിലർ പാർട്ടി വെയർ വരെ ഇടുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ? ദിൽ തോ പാഗൽ ഹേ. പാഗൽ ഹേ ഭ്രാന്താണെന്നർത്ഥം.